modulated wave and frequency modulated wave. Okay, so ആ രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. So what is amplitude modulation? Definition: it's waveform and derive an expression for finding out the amplitude modulated wave. Okay, അതിന്റെ expression find out in the derivation. Then it's spectrum. Okay, and similar way in the case of frequency modulation also. Okay, അപ്പോൾ രണ്ടും നീറ്റ് ആയിട്ട് പഠിക്കാം. Okay, then we have to what is AM? That is, here we have to compare amplitude modulation and frequency modulation. Okay, ഇതും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Comparison between amplitude modulation and frequency modulation. Okay, or AM and FM. Okay, so നിങ്ങൾ ഇതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് ആൻഡ് 3 കോളം ആക്കി തന്നെ എഴുതുക. ഫസ്റ്റ് വണ്ണിൽ പാരാമീറ്റേഴ്സ് എഴുതുക, സെക്കൻഡ് വണ്ണിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ദെൻ ഫ്രീക്വൻസി മോഡുലേഷൻ, ഇതുപോലെ തന്നെ എഴുതുക. അപ്പം നമുക്ക് നീറ്റായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ്, what is the full form of AM? AM എന്താണ്? That is amplitude modulation. Okay, and what is the full form of FM? That is frequency modulation. Okay, then modulating differences. ഇവിടെ നിങ്ങൾക്ക് ഡെഫിനേഷൻ എഴുതിയാൽ മതി. ഈ പാരാമീറ്റേഴ്സിൽ യു ക്യാൻ റൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് AM ആൻഡ് FM. Okay, so ഇവിടെ തന്നിരിക്കുന്നത് in AM, a radio wave is known as the carrier or carrier wave is modulated in amplitude by the signal that is to be transmitted. അല്ലെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്ങനെയാണ്? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് വേരിയഡ് ഓർ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. Okay, so but what is in the case of frequency modulation? In FM, a radio wave or the carrier wave is modulated in frequency by the signal that is to be transmitted. Okay, frequency modulation എന്താണ്? കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ആണ് ചേഞ്ച് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, സോ AM-ലാണെങ്കിൽ എന്താണ്? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. FM-ലാണെങ്കിൽ കാരിയർ വേവിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യും. ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ്. ഈ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് പറയാം, അല്ലേ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ എന്തൊക്കെ സെയിം ആയിരിക്കും? ദ ഫ്രീക്വൻസി ആൻഡ് ദ ഫേസ് റിമൈൻസ് ദ സെയിം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, അതിന്റെ ഫ്രീക്വൻസി ആൻഡ് ഫേസ് റിമൈൻസ് ദ സെയിം. Okay, but in the case of frequency modulated wave, the amplitude and phase remains the same. Okay, because AM-ൽ എന്താണ്? നമ്മൾ കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട്. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഫ്രീക്വൻസി ആൻഡ് ഫേസ് ആണ്. ഇൻ ദ കേസ് ഓഫ് FM, അവിടെ നമ്മൾ എന്താണ്? കാരിയർ വേവിന്റെ ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻസ് വരുത്തുന്നത്. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആണ്. ഓക്കെ, ആൻഡ് തേർഡ് പാരാമീറ്റർ ഇസ് ക്വാളിറ്റി. ഓക്കെ, AM has poorer sound quality and has a lower bandwidth, but it is cheaper and can be transmitted over a long distances, and it has a lower bandwidth that is very that is why it can hold more stations available in any frequency range. ഇതാണ് AM-ന്റെ പെക്യുലാരിറ്റീസ്. പോർ സൗണ്ട് ക്വാളിറ്റി ആണ്, ബട്ട് അതിന് ലാർജ് എന്താണ്, ലാർജ് ഏരിയയിൽ നമുക്കതിനെ, ലാർജ് ഡിസ്റ്റൻസിൽ നമുക്കതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ ലോവർ ബാൻഡ് വിത്ത് ആൻഡ് ചീപ്പർ ആണ്. Okay, and it can hold more stations available in any frequency range. ഇതൊക്കെ AM-ന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഇനി FM ആണെങ്കിൽ FM is less affected by the interferences, but FM signals are impacted by physical barriers. Okay, they have a better sound quality due to higher bandwidth. AM-ന് എന്താണ്? poor sound quality and lower bandwidth ആണ്, but FM-ന് higher better sound quality compared to AM, and it has a higher bandwidth. ഓക്കെ, ആൻഡ് FM-ൽ ഈ ഇന്റർഫറൻസസ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ മോസ്റ്റ് ഈ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ലൈക്ക് നമ്മുടെ ഈ FM സ്റ്റേഷൻസ് അതൊക്കെ മോസ്റ്റ്ലി FM-ലാണ് ഉണ്ടാവുക. ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, വേറെ വലിയ പേർപ്പസസിനൊക്കെയാണ് AM യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, AM radio ranges from 535 to 1700 kilohertz or up to 1200 bits per second. This is the frequency range of AM. 535 to 1700 hertz or 1200 to 1200 bits per second. രണ്ടിലും പറയാം. ഇതാണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച്. FM-ന്റെ കേസ് ആണെങ്കിലോ, the spectrum from 88.1 to
108.1 മെഗാ ഹേർട്സ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ഓരോ FM സ്റ്റേഷൻസിൻ്റെയും റേഞ്ചസ് ആ FM സ്റ്റേഷന്റെ കൂടെ തന്നെ പറയുന്ന ന്യൂമറിക് വാല്യൂ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, അതെന്താണ്, അതിന്റെ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് ഈ റേഞ്ചിനുള്ളിലായിരിക്കും 88.1 to 108.1 മെഗാ ഹേർട്സ്. ഇപ്പൊ 93.5 എന്നൊക്കെ പറയുന്നത് ദാറ്റ് മച്ച് മെഗാ ഹേർട്സ് ആണ്. അപ്പൊ അതെപ്പോഴും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ആ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ FM സ്റ്റേഷൻസിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഈ ഒരു 88.1 to 1.8.1 മെഗാ ഹെർട്സിനുള്ളിലായിരിക്കും വരുന്നത്. ഓക്കെ, ഓർ അപ് ടു 1200 to 2400 ബൈറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് FMന്റെ ഫ്രീക്വൻസി റേഞ്ച്. ദെൻ ബാൻഡ് വിഡ്ത്ത്. ഇൻ ദ കേസ് ഓഫ് AM ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, 2 FM ആണ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് FM ദറ്റ് ഈസ് 2 into ഡോ പ്ലസ് FM, ദാറ്റ് മച്ച് വാല്യൂ. ബിക്കോസ് AM-നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് FM-ൽ ബാൻഡ് വിഡ്ത്ത് ലാർജർ ആണ്. AM-ൽ എന്താണ് 2 into FM വരുന്നതെങ്കിൽ FM-ൽ എന്ത് വരും, 2 into ഡോ പ്ലസ് FM വരും. ഓക്കെ, നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് എത്രയാണ്? AM-ന്റെ കേസ് ആണെങ്കിൽ നമ്മളെ സ്പെക്ട്രം ഓർമ്മിക്കുക, ഫ്രീക്വൻസി സ്പെക്ട്രം ഓർമ്മിക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കേസിൽ 2 സൈഡ് ബാൻഡ്സേ ഉള്ളൂ അല്ലെ, ωc പ്ലസ് ωm ആൻഡ് ωc മൈനസ് ωm. 2 സൈഡ് ബാൻഡ്സേ ഉള്ളൂ. ആ സ്പെക്ട്രം ഓർത്താൽ മതി. നോക്കൂ, ദിസ് ഇസ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇവിടെ എന്താണ്, 2 സൈഡ് ബാൻഡ്സേ ഉള്ളൂ അല്ലേ. ബട്ട് വട്ട് ഈസ് ഇൻ ദ കേസ് ഓഫ് FM-ൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടാകാം. ഓക്കെ, അത് നമ്മൾ ഫ്രീക്വൻസി അനുസരിച്ച് മോർ ദാൻ 2 സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. So, number of side bands are constant and equal to 2 in the case of AM, and in the case of FM, the number of side bands having significant amplitude depends upon the modulation index. Modulation index അനുസരിച്ച് significant amplitude ഉള്ള side bands ഉണ്ടാകും. That is not restricted to 2. Okay, but in the case of AM എന്താണ്, number of side bands are constant and it is equal to 2 ആണ്. Okay, then noise, another parameter is noise. AM receivers are very less susceptible to noise because noise affects the amplitude, which is where information is stored in AM signals. And then amplitude modulation, the receivers are very less susceptible to noise. എന്തുകൊണ്ടാണ്? Because the noise affects the amplitude. Amplitude modulation നമ്മൾ carrier waveന്റെ amplitude vary ചെയ്തിട്ടാണ് മോഡുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും നോയ്സിനെ എഫക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, നോയ്സ് എപ്പോഴും ആംപ്ലിറ്റ്യൂഡിനെ എഫക്ട് ചെയ്യും. എന്തെങ്കിലും നോയ്സസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ റിസീവേഴ്സ് ആർ വെരി ലെസ് സസെപ്റ്റബിൾ ടു നോയ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻസ് വരികയാണെങ്കിൽ, ആ നോയ്സ് എൻ്റർ ചെയ്തു ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻസ് വരികയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡാറ്റ നമുക്ക് ലോസ് ചെയ്തു പോകും. ഓക്കെ, ഒറിജിനൽ ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. Okay, so AM receivers are very less susceptible to noise, and FM receivers are better immune to noise, and it is possible to decrease noise by further deviation. But FM receivers നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ല വേരി ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻസ് വരുത്തുന്നത്. ഓക്കെ, സോ FM receivers are better immune to noise ആണ്. ഓക്കെ, നോയ്സ് അങ്ങനെ എൻ്റർ ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ നോയ്സിൻ്റെ എൻട്രി, ആ നോയ്സ് നമുക്ക് ഡിക്രീസ് ചെയ്യാം ബൈ ഫർദർ ഡീവിയേഷൻ. അതവിടെ പോസിബിൾ ആണ്. ഓക്കെ, ദെൻ എഫിഷ്യൻസി ടേം, പവർ ഈസ് വേസ്റ്റഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ദ കാരിയർ. ഇൻ ദ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പവർ ഈസ് വേസ്റ്റഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ദ കാരിയർ, ബട്ട് ഇൻ FM all transmitted power is useful, so that's why FM is very efficient. Okay, efficiency parameter compare ചെയ്യുകയാണെങ്കിൽ FM is more efficient than AM. എന്തുകൊണ്ടാണ്? AM-ൽ കാരിയേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പവർ വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ FM-ന്റെ കേസിൽ എല്ലാ പവറും, ഈ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ മുഴുവൻ അവിടെ യൂസ്ഫുൾ ആക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ FM ഈസ് വെരി എഫിഷ്യൻറ്റ് ദാൻ AM. ഓക്കെ, ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ, amplitude modulation are used in medium wave, short wave, band broadcasting. മീഡിയം വേവ്, ഷോർട്ട് വേവ്, ബാൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ട്രാൻസ്മിഷൻ ഇൻ TV, ഇതിനൊക്കെ നമ്മൾ AM യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, FM എവിടെയാണ് ബ്രോഡ്കാസ്റ്റിംഗ്? FM ഓഡിയോ ട്രാൻസ്മിഷൻ ഇൻ TV.
ഓക്കെ, അതിനൊക്കെ ഈ സൗണ്ട് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ എന്താണ് FM ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് FM സ്റ്റേഷൻസ് ഒക്കെ അറിയാം. പിന്നെ നമുക്ക് ഈ മീഡിയം വേവ് ആൻഡ് ഷോർട്ട് വേവ് ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വീഡിയോ ട്രാൻസ്മിഷൻ TV അതൊക്കെ വരുന്നത് AM ആണ്. ഓക്കെ, ഇതാണ് AM ആൻഡ് FM കമ്പാരിസൺസ് വരുന്നത്. ഓക്കെ, സോ പാരാമീറ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ ഫോം എഴുതാം ഒരു പാരാമീറ്റർ, ദെൻ അതിൻ്റെ ഡെഫിനിഷൻസ് എഴുതാം. ദെൻ കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ്, AM ആണെങ്കിൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് റിമൈൻസ് ദ സെയിം, FM ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് റിമൈൻസ് ദ സെയിം. ഓക്കെ, ദെൻ ക്വാളിറ്റിയുടെ കേസ് AM FM കേസ് ആണെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ്, FM കേസ് ആണെങ്കിൽ വെരി ലെസ് എഫക്റ്റഡ് ബൈ ഇന്റർഫറൻസ് ആണ്. സോ സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആണ്, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്. ഓക്കെ, ദെൻ ഫ്രീക്വൻസി റേഞ്ച്, ദെൻ ബാൻഡ് വിഡ്ത്ത് FM കേസ് ആണ്, AM കേസ് ആണെങ്കിൽ 2FM ആണ്, FM കേസ് ആണെങ്കിൽ 2 × ഡോപ്ലസ് FM ആണ്. ദെൻ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സിൻ്റെ കേസിൽ AM കേസിൽ 2 സൈഡ് ബാൻഡ്സ് ആണ്, അത് ഈ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് FM കേസിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഉള്ള സൈഡ് ബാൻഡ്സ് ഉണ്ടാവും, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡുലേഷൻ ഇൻഡെക്സ്. ദെൻ നോയ്സ് എഫിഷ്യൻസിൻ്റെ കേസ് ആണെങ്കിൽ FM ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ AM. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത്, കമ്പാരിസൺ ബിറ്റ്വീൻ AM ആൻഡ് FM. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. സോ ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു സെക്ഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ദിസ് കമ്പാരിസൺ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, സോ കമ്പാരിസൺ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ പാരാമീറ്റേഴ്സ് AM ആൻഡ് FM എന്ന് പറഞ്ഞാൽ ടേബിളൈസ് ചെയ്ത് തന്നെ എഴുതുക. എക്സാമിന് ഉണ്ടാകുക നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് സീരീസ് എക്സാമിന് നിങ്ങളുടെ 5th മൊഡ്യൂൾ ആൻഡ് 2nd മൊഡ്യൂളാണ് ഉണ്ടാകുക. ഓക്കെ, ഇത് നമ്മുടെ 6th വരുന്നതാണ്. 6th മൊഡ്യൂൾ ആൻഡ് 3rd മൊഡ്യൂൾ നിങ്ങൾക്ക് 3rd സീരീസിനാണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങളുടെ ഈ സെക്കൻഡ് സീരീസ് വരുന്ന ഈ വീക്കിൽ വരുന്ന സീരീസ് എക്സാമിന് നിങ്ങളുടെ 5th മൊഡ്യൂൾ ആൻഡ് 2nd മൊഡ്യൂളാണ് ഉണ്ടാകുക. ഓക്കെ, ഇലക്ട്രോണിക് സെഷനിലെ 5th മൊഡ്യൂൾ ആൻഡ് ഇലക്ട്രിക്കൽ സെഷനിലെ 2nd മൊഡ്യൂൾ, അത് രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, അത് നീറ്റായിട്ട് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. അത് ചെയ്ത് നോക്കുമ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്നോടൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ്, ഓക്കെ, സോ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ദാറ്റ് ആർ അവൈലബിൾ. ഓക്കെ, കുറച്ച് റേഞ്ച് ഉണ്ട്, ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾ മോസ്റ്റ്ലി ഇതിൻ്റെ ഫ്രീക്വൻസി ബാൻഡ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അത് നോക്കിയാൽ മതി. ഓക്കെ, സോ ടോട്ടലി ഒരു 10 റേഞ്ചസ് ഉണ്ട്. സോ നമ്മളത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് ആ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണെന്ന് നോക്കുക, ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിന് പറയുന്ന ആ ഒരു നെയിമിംഗ് എന്താണെന്ന് നോക്കുക. ഓക്കെ, അതിനൊരു സ്പെസിഫിക് നെയിമിംഗ് വെച്ചിട്ട് പറയും, മെൻഷൻ ചെയ്യും. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഓക്കെ, സോ ഹിയർ ഫ്രീക്വൻസി ബാൻഡിൽ ഫസ്റ്റ് റേഞ്ച് വരുന്നത് 30 Hz to 300 Hz ആണ്. ഓക്കെ, ദിസ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി ബാൻഡിന് പറയുന്നത് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസീസ് represented by ELF. Okay, and its wavelength is 10⁻⁴ kilometers to 10⁻³ kilometers, and its application is power transmission. This is the application of ELF frequency band. Okay, and next comes ഇവിടെ നമ്മൾ 300 Hz കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 Hz to 3 kHz ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് വോയിസ് ഫ്രീക്വൻസീസ് ഓർ VF. Okay, and wavelength is from 10⁻³ kilometers to 100 kilometer.
ഈ വേവ് ലെങ്ത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. കാര്യമായിട്ട് ഈ ഫ്രീക്വൻസി ബാൻഡ് അതിൻ്റെ നെയിമിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ അത് നോക്കുക. ഓക്കെ, സോ വോയിസ് ഫ്രീക്വൻസിയുടെ ആപ്ലിക്കേഷൻ ഓഡിയോ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, then comes 3 kilohertz to 30 kilohertz. Okay, very low frequencies, VLF. Okay, it is represented by VLF and its wavelength is 100 kilometers to 10 kilometer. Okay, and application is submarine communications, navy, military communications, etc. Okay, next frequency band is 30 kilohertz to 300 kilohertz. Okay, low frequencies represented by LF. Okay, its wavelength is 10 kilometers to 1 kilometer long waves. Okay, frequency കൂടുന്നതനുസരിച്ച് wavelength decrease ചെയ്യുന്ന കാണാൻ പറ്റും. Okay, and its application is aeronautical and marine navigation, and these frequencies act as a subcarriers ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. Okay, and then 300 kilohertz to 30 megahertz, that is called medium frequencies represented by MF, and its wavelength is from 1 kilometers to 100 meters, medium waves. Okay, and applications are AM radio broadcast, marine and aeronautical communications. Okay, then comes next frequency band is 3 megahertz to 30 megahertz, high frequencies represented by HF. Okay, that is 100 meters to 10 meter short waves, and its application is short wave transmission, amateur and CB communication. Okay, and then 30 megahertz to 300 megahertz, very high frequencies, VHF. Wavelength is 10 meter to 1 meter, and applications are TV broadcasting and FM broadcasting. Okay, അപ്പോൾ നമ്മൾ TV broadcasting, FM broadcasting applications-നൊക്കെ 30 megahertz to 300 megahertz very high frequency bands ആണ് യൂസ് ചെയ്യുന്നത്. Okay, then comes 30 megahertz to 300 megahertz. Okay, ഇത് already discuss ചെയ്തു. Then 300 megahertz to 3 gigahertz, that is ultra high frequencies. Okay, its wavelength is from 1 meter to 10 centimeter, microwaves, and applications are UHF, TV channels, cellular phones, military applications, etc. Okay, then comes 3 gigahertz to 30 gigahertz, SHF. SHF means super high frequencies. Okay, super high frequencies. Its wavelength is from 10 to 1 meters to 10 to 2 meters. Then applications are satellite communications and radar. Okay, and then finally 30 to 300 gigahertz. Okay, 30 gigahertz to 300 gigahertz, EHF, extremely high frequencies. Okay, here SHF means super high frequencies, and here EHF means extremely high frequencies, and its wavelength is from 10 to 2 meters to 10 to 3 meters. Okay, and its applications are satellites and specialized radars. Okay, so here നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ സ്പെസിഫിക് ഫ്രീക്വൻസി ബാൻഡ്സ് നോക്കുക, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് നോക്കുക, അതിൻ്റെ കൺസേൺ നെയിമിംഗ് നോക്കുക, ദെൻ ആപ്ലിക്കേഷൻസ്. ഓക്കെ, വേവ് ലെങ്ത് പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കി വെക്കുക, കാരണം അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം, കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ബട്ട് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫ്രീക്വൻസി ബാൻഡ്, ഫ്രീക്വൻസി റേഞ്ച് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ നോക്കുക. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മൾ TV ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് FM ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് 30 megahertz to 300 megahertz ആണ്. They are known as very high frequency bands. Okay, അതിന്റെ വേവ് ലെങ്ത് വരുന്നത് 10 meters to 1 meter ആണ്. Is it okay? Hello, am I audible?
സോ ഇത് നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് PPT ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വേഗം എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ then we go for our next topic in module 6, that is super heterodyne receiver. Okay, this is also another important topic, super heterodyne receiver. Okay, so here we are going to discuss about amplitude modulated super heterodyne receiver. Okay, AM super heterodyne receiver. Okay, so here നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രം പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലുള്ള ബ്ലോക്ക് ഡയഗ്രത്തിൽ ഈച്ച് ബ്ലോക്സ് നോക്കുക. ഓക്കെ, സോ ഇത് എന്താണ്, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. സോ ഫസ്റ്റ് വരുന്ന എന്തായിരിക്കും, ഒരു റിസീവിങ് ആന്റിനി ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഒരു റിസീവിങ് ആന്റിനി ഉണ്ടാവും. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റിസീവിങ് ആന്റിന വരും. ദെൻ റിസീവിങ് ആന്റിന ഡയറക്ട്ലി വി ആർ ഗിവൺ ദാറ്റ് സിഗ്നൽ ടു RF സ്റ്റേജ്, then to mixer stage, then it is given to IF amplifier, intermediate frequency amplifier. This RF stage means radio frequency stage. Okay, then it is given to a detector, then from that it is given to audio and power amplifiers, then to loudspeaker. Okay, so this is the block diagram of a super heterodyne receiver. And here is another block, that is local oscillator. Okay, അതിന്റെ purpose എന്താണെന്ന് പറഞ്ഞുതരാം. There is another block that is called a local oscillator. Okay, so ഒന്ന് വേഗം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചെടുത്തേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇപ്പം തന്നെ ഒന്ന് വേഗം വരച്ചെടുക്കൂ. 3-4 ബ്ലോക്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് നീറ്റായിട്ട് വരച്ചെടുക്കും, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് എഴുതിക്കോളൂ. ഇത് കംപ്ലീറ്റ് ചെയ്ത അപ്പം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഈ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് വേഗം തന്നെ വരച്ചെടുക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? ബ്ലോക്ക് ഡയഗ്രാം വരച്ചു കഴിഞ്ഞോ? സോ എന്താണ് ഇതിലെ ബ്ലോക്സ് നോക്കുക. ഫസ്റ്റ് വരുന്നത് എന്താണ്? RF സ്റ്റേജ് ആണ്. ദെൻ മിക്സർ, ദെൻ IF ആംപ്ലിഫയർ, ദെൻ ഡിറ്റക്ടർ, ദെൻ ഫൈനലി ടു ദി ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ, ആൻഡ് ലാസ്റ്റ് ഫൈനലി ടു ദി ലൗഡ് സ്പീക്കർ. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ RF സ്റ്റേജിനും മിക്സറിനും ഇടയിൽ ഒരു ലോക്കൽ ഓസിലേറ്റർ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വരുന്നത് ഇൻകമിങ് ഇതിൽ കൂടിയാണ്, ആൻറ്റിന വഴിയാണ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, അതിൽ ഫസ്റ്റ് വരുന്നത് ആൻറ്റിനയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പോയിന്റ്സ് വെച്ച് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് പറയാം, എന്നിട്ട് നമുക്ക് ഓരോ ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആൻറ്റിനയിൽ എന്ത് ചെയ്യും? നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ്സിലുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിന എല്ലാ ടൈപ്പ് ഓഫ് സിഗ്നൽസും നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ബാൻഡ്സിലുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യില്ല. നമുക്കിവിടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള ഫ്രീക്വൻസി സിഗ്നൽസിനെ മാത്രം എന്ത് ചെയ്യും? നമ്മൾ റിസീവ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് എപ്പോഴും ലോ ക്വാണ്ടിറ്റി ആയിരിക്കും. ലോ ക്വാളിറ്റി ആയിരിക്കും. അതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ആംപ്ലിഫിക്കേഷൻ നടക്കും. ഓക്കെ, ദെൻ അത് മാത്രമല്ല അവിടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ഒരു ഫിൽറ്ററിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻറ്റിനയിൽ നിന്ന് നമ്മൾ സിഗ്നൽസ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡിലുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യും. ദെൻ അവിടെ തന്നെ ഒരു ഫിൽറ്ററിങ് നടക്കും ആൻഡ് ആംപ്ലിഫിക്കേഷൻ നടക്കും. ഓക്കെ, ദെൻ നമുക്ക് അങ്ങനെ കിട്ടുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള നമ്മുടെ സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ദെൻ അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നലിന്റെ നമുക്കിപ്പോൾ FS എന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഫ്രീക്വൻസി റേഞ്ച് FS ആണെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ബൈ യൂസിങ് എ ലോക്കൽ ഓസിലേറ്റർ വി ആർ പ്രൊവൈഡിങ് അനദർ സിഗ്നൽ വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് FO. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ FO എന്നുള്ളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേ നമ്മളൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഈ മിക്സറിലേക്ക് കൊടുക്കും. അപ്പൊ മിക്സറിലേക്ക് എന്തൊക്കെയാ വരുന്നത്? ആന്റിനയിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നലിനെ ഫിൽറ്ററിങ് കഴിഞ്ഞു, ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു, ഒരു ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സിഗ്നലും വരും ആൻഡ് ഓൾസോ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഒരു സിഗ്നലും വരും. ഓക്കെ, സോ വിത്തിൻ ദ മിക്സർ ഈ രണ്ട് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് തമ്മിൽ റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ്, അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യിക്കും. മിക്സറിൽ അതിനെ കമ്പൈൻ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഈ മിക്സറിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ടു സിഗ്നൽസ് FS ആൻഡ് FO കമ്പൈൻ ചെയ്തിട്ട് ടു കോമ്പണൻസ് ആയി മാറും. One is FS plus F0, another is F0 minus FS. ഇങ്ങനെ ടു കോമ്പണൻസ് ആയിട്ട് ഈ മിക്സറിൽ ഉണ്ടാവും. ഓക്കെ, അതിൽ ഈ FS plus F0 ഈ രണ്ട് കോമ്പണൻസ് ആയിട്ടുണ്ടാവും. ഈ കോമ്പണൻറ്റിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. പിന്നെ എന്താ? F0 മൈനസ് FS എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി മാത്രമേ മിക്സറിന്റെ ഔട്ട്പുട്ടിലേക്ക് കടത്തി വിടുള്ളൂ. ഓക്കെ, F0 മൈനസ് FS. അപ്പൊ ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമുക്കിവിടെ കിട്ടുന്ന സിഗ്നൽ മോഡുലേറ്റഡ് ആയിരിക്കും. അതിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ പ്ലസ് ഒരു കാരിയർ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിനെ റിമൂവ് ചെയ്ത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ മാത്രമാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ ആ അങ്ങനെ കിട്ടുന്ന സിഗ്നൽ F0 മൈനസ് FS എന്ന് പറയുന്ന ആ ഒരു ഫ്രീക്വൻസിയിലുള്ള ആ ഒരു സിഗ്നലിനെയാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുന്നത്. അതർവൈസ് നോൺ ആസ് IF, ഇന്റർമീഡിയറ്റിന്റെ ഷോർട്ടാക്കി IF സിഗ്നൽസ്. ഓക്കെ, F0 മൈനസ് FS എന്നുള്ള ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിയാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിക്സറിന്റെ ഔട്ട്പുട്ട് വിൽ ബി IF സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ IF ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ സ്ട്രെങ്ത് കുറവാണ്, വളരെ കുറവാണ്. നമ്മൾ ഇനീഷ്യലി ഒരു ആംപ്ലിഫിക്കേഷൻ ചെയ്തു, എന്നിരുന്നാൽ കൂടി അതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ നമ്മൾ ഫർദർ അതിന് അഗൈൻ ഗിവൺ ടു എൻ IF ആംപ്ലിഫയർ ആൻഡ് നമ്മൾ അതിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഉണ്ടായിരുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 455 kHz ആയിരിക്കും. ഓക്കെ, 455 kHz ആയിരിക്കും.
then it is given to IF amplifier. Then from that it is given to a detector. Okay, but detector എന്നാണ് നമ്മുടെ എക്സ്ട്രാക്ട് മെസ്സേജ് സിഗ്നൽ, നമ്മുടെ ഒറിജിനൽ സിഗ്നൽ, നമ്മുടെ ഡിസൈഡ് സിഗ്നലിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഈ ഡിറ്റക്ടർ എന്നാണ് നമ്മുടെ എക്സാക്ട് ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു സൗണ്ട് സിഗ്നൽ ആയിരിക്കും ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ സിഗ്നൽ പ്ലസ് നമ്മുടെ കാരിയർ സിഗ്നൽ ആൻഡ് അതർ നോയ്സസ് ഒക്കെ ഈ ആന്റിന വഴി എടുത്തു. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു, ഈ ഡിറ്റക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ ആ ഡിസൈഡ് ആയിട്ടുള്ള ഒറിജിനൽ സൗണ്ട് സിഗ്നലിനെ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, then it is given to audio and power amplifiers. അപ്പോൾ എൻ്റെ സൗണ്ട് സിഗ്നൽ ആയതുകൊണ്ട് അതിനെ then audio and power amplifierലേക്ക് കൊടുത്തു വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ഗിവൺ ടു ദി ലൗഡ് സ്പീക്കർ. ഓക്കെ, അവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ എഗെയിൻ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യേണ്ട അത്രയും സ്ട്രെങ്ത് അതിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിറ്റക്ടറിന് നമ്മൾ ഒറിജിനൽ സൗണ്ട് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്തെടുത്തു. then it is again given to an amplifier circuit and the signal strength is amplified. then it is given to the loudspeaker. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓൾ റൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റേജിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. ആൻഡ് യു ഷുഡ് ഡ്രോ ദ ലോക്കൽ ഓസിലേറ്റർ ഓൾസോ. ഓക്കെ, അത് വിട്ടുപോകാൻ പാടില്ല. ദെൻ ഈ ഗാംഗ് ട്യൂണിങ് ഇതൊക്കെ കാണിക്കണം. എന്തിനാണ് ഈ ഗാംഗ് ട്യൂണിങ്, വാട്ട് ഈസ് AGC, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ. ഓക്കെ, AGC ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ആദ്യം എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. ഓരോ ബ്ലോക്കിലുള്ള കാര്യങ്ങളും നീറ്റായിട്ട് എഴുതുക. ഇപ്പം തന്നെ പഠിക്കുക, സിമ്പിൾ ബ്ലോക്കാണ്. ആന്റിന വരും, ദെൻ RF സ്റ്റേജ് വരും, ദെൻ മിക്സർ വരും, ദെൻ IF ആംപ്ലിഫയർ, ദെൻ ഡിറ്റക്ടർ, ദെൻ ടു ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ, ദെൻ ഫൈനലി ടു ദ ലൗഡ് സ്പീക്കർ. ദെൻ അവിടെ ഒരു ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ദെൻ ഫ്രീക്വൻസീസ് കാണിക്കുക. മിക്സറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് FS ആൻഡ് F0. Okay, FS from RF stage and F0 from local oscillator, and output of the mixer will be F0 minus FS, difference between that two frequencies. Okay, but actually mixer രണ്ട് കോമ്പണൻസ് വരുന്നുണ്ട്. FS plus F0 വരും, F0 minus FS വരും. അതിൽ നിന്ന് F0 plus FS ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് F0 minus FS മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. Okay, so the output of the mixer will be F0 minus FS. It is called intermediate frequency and its range is 455 kilohertz. And its frequency value is 455 kilohertz. Then it is given to the detector and original signal is reproduced. Then it is amplified by using a power amplifier and finally given to the loudspeaker. Okay, അപ്പം ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക നീറ്റായിട്ട്. ദെൻ ഓരോ ബ്ലോക്ക് ഇപ്പോൾ RF സ്റ്റേജ് എഴുതുക, അതിലെന്താണ്, മിക്സർ എഴുതുക, അതിലെന്താണ് സംഭവിക്കുന്നത്, ദെൻ IF ആംപ്ലിഫയർ എഴുതുക, അതിലെന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ ബ്ലോക്ക് എഴുതിയിട്ട് നമുക്ക് അതിലെന്താണ് സിഗ്നൽസിന് സംഭവിക്കുക എന്നുള്ളത് നീറ്റായിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, പാരഗ്രാഫ് പോലെ എഴുതരുത്, പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഡിസ്കസ് ചെയ്യാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളോട് അധികം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1 present, 2 കണ്ടിന്യൂ ചെയ്തോളൂ. 3 4 5